ഓഹരി വിപണിയിൽ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്ന പ്രകടനം എങ്ങനെയായിരിക്കുമെന്നതിൻ്റെ ഉത്തരമാണ് ഫോക്കസ് ഓൺ ഫൈനാൻസ് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. നിക്ഷേപകർക്ക് രണ്ട് തരത്തിലുള്ള സംശയങ്ങളാണല്ലോ ഉള്ളത്. വലിയൊരു കുതിച്ചുചാട്ടത്തിന് സാധ്യതയുണ്ടോ എന്നതാണ് ഒരു സംശയം. മറ്റേ സംശയം, വീണ്ടും വിപണി പഴയ ദിനങ്ങളിലേക്ക്, വിരസതയുടെ പഴയ ദിനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമോ എന്ന ആശങ്കയാണ്. ഈ രണ്ട് സംശയങ്ങളും ദൂരീകരിക്കപ്പെടണമെങ്കിൽ വരും ദിവസങ്ങളിലെ പ്രകടനത്തിൻ്റെ സ്വഭാവം ഏത് രീതിയിൽ ആയിരിക്കുമെന്ന് മനസ്സിലാക്കണം. ആ പ്രകടനത്തെ ആശ്രയിച്ചായിരിക്കും പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു പ്രവണത വിപണിയിൽ രൂപപ്പെടുക. അതിനെപ്പറ്റി സംസാരിച്ച ശേഷം ചില ഓഹരികൾ, അതായത് നിക്ഷേപത്തിന് അർഹമായ ചില ഓഹരികൾ സംബന്ധിച്ച ശുപാർശകൾ, അതുപോലെ തന്നെ ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട് ചില കമ്പനികൾ നടത്തിയിട്ടുള്ള തീയതി പ്രഖ്യാപനങ്ങൾ, IPO തീയതികൾ എന്നിവയെപ്പറ്റിയും പറയാം. ആദ്യം വിപണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഒക്ടോബർ 3-ന്, അതായത് കഴിഞ്ഞ ആഴ്ചയുടെ അവസാനം, വ്യാപാരം അവസാനിക്കുമ്പോൾ സെൻസെക്സും നിഫ്റ്റിയും വലിയ നേട്ടത്തിലാണ് അവസാനിച്ചത്. സാമാന്യം നല്ല നേട്ടമാണ് സെൻസെക്സിലുണ്ടായത്. അതായത് 223 പോയിൻറ്റിൻ്റെ നേട്ടം സെൻസെക്സിന് കൈവരിക്കാൻ കഴിഞ്ഞു. നിഫ്റ്റിയിലുണ്ടായ നേട്ടം 57 പോയിൻ്റാണ്. അതിനേക്കാൾ ഒക്കെ ശ്രദ്ധേയമായത് സെൻസെക്സിന് വീണ്ടും 81,000 നിലവാരത്തിന് മുകളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നതാണ്. സെൻസെക്സിൻ്റെ അവസാന നിരക്കെന്ന് പറയുന്നത് 81,207.17 ആയിരുന്നു. അതുപോലെ നിഫ്റ്റി മനഃശാസ്ത്രപരമായി അല്ലെങ്കിൽ നിർണായകമെന്ന് പറയാവുന്ന 25,000 പോയിൻറ്റിന് നിലവാരത്തിന് തൊട്ട് താഴെ എത്തുന്നതും കണ്ടു. കൃത്യമായി പറഞ്ഞാൽ 24,894.25 പോയിൻറ്റ്. ഈ അവസ്ഥ ശ്രദ്ധേയമാണെന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നിഫ്റ്റിയുടെ വിവിധ സൂചികകൾ, അതായത് വിവിധ വ്യവസായ മേഖലകളെ സംബന്ധിച്ച, ഇല്ലെങ്കിൽ വിവിധ വ്യവസായ മേഖലകൾക്ക് പ്രാതിനിധ്യം ഉള്ള ഏകദേശം പ്രധാനപ്പെട്ട സൂചികകൾ എന്ന് പറയാവുന്നത് 17 എണ്ണമാണുള്ളത്. ആ 17 സെക്ടറൽ ഇൻഡെക്സുകളിൽ 14 കഴിഞ്ഞ ആഴ്ച നേട്ടത്തിൽ അവസാനിക്കുന്നതാണ് കണ്ടത്. വെറും 3 എണ്ണം മാത്രമാണ് നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയ സൂചികകൾ. അത് ഒന്ന് നിഫ്റ്റി റിയൽറ്റി ഇൻഡെക്സാണ്, മറ്റൊന്ന് നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സാണ്, മൂന്നാമത്തേത് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സും. മറ്റു സൂചികകളൊക്കെ വലിയ നേട്ടം തന്നെ കാഴ്ചവെച്ചു. ഏറ്റവും വലിയ നേട്ടം കാഴ്ചവെച്ച സെക്ടറൽ സൂചികകൾ അത് നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി PSU ബാങ്ക്സ്, അതുപോലെ തന്നെ നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവയുമായി ബന്ധപ്പെട്ട സൂചികകളായിരുന്നു. ഇതാണ് ഏറ്റവും അവസാനം സംഭവിച്ചത് എന്നിരിക്കെ വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് വരും ദിവസങ്ങളിൽ വിപണിയിലേക്ക് നിക്ഷേപകർ കടന്നു വരുന്നത്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഓഹരിയുടെ കഴിഞ്ഞ ആഴ്ചയിലെ പ്രകടനം മാത്രമല്ല, ദീപാവലി ആഘോഷം വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. ദീപാവലി ആഘോഷത്തിന് മുന്നോടിയായുള്ള പ്രസരിപ്പ് മറ്റു വിപണികളിലൊക്കെ, അതായത് സ്വർണം ഉൾപ്പെടെയുള്ള ഉൽപ്പന്ന വിപണികളിലൊക്കെ ദൃശ്യമായി കഴിഞ്ഞു. സ്വാഭാവികമായും ആ വിപണികളിലെ പ്രസരിപ്പ് ഓഹരി വിപണിയിലേക്കും പ്രസരിക്കും എന്ന് ഉറപ്പാണ്. അതിന് കാരണം മറ്റ് വിപണികളിലെ പ്രസരിപ്പ് എന്ന് പറയുന്നത് അത് കോർപ്പറേറ്റ് മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കോർപ്പറേറ്റ് മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഏത് പ്രസരിപ്പും, അല്ലെങ്കിൽ ഏത് പ്രസരിപ്പിൻ്റെയും പ്രതിഫലനം ഓഹരി വിപണിയിൽ ഉണ്ടാകാതെ വയ്യ. ഓഹരി വിപണിയിലും അതുപോലെ തന്നെ മറ്റു വിപണികളിലും കൂടുതൽ പ്രസരിപ്പ് പ്രതീക്ഷിക്കുന്നതിന് പ്രധാനമായ മറ്റൊരു കാരണം GSTയിൽ വരുത്തിയിരിക്കുന്ന വലിയ തോതിലുള്ള ഇളവാണ്. ഈ GST ഇളവിൻ്റെ നേട്ടം എത്രമാത്രമാണെന്നതിനെപ്പറ്റി തർക്കവിതർക്കങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും വിപണിയെ സംബന്ധിച്ചിടത്തോളം, അതായത് മറ്റു വിപണികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രസരിപ്പ് അവിടെ കാണുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഇക്കഴിഞ്ഞ നവരാത്രി കാലത്തെ വിൽപ്പനയുടെ കണക്ക് പരിശോധിച്ചാൽ വ്യാപാരശാലകളിൽ ഡിമാൻഡിലുണ്ടായ വർധനയെന്ന് പറയുന്നത് 25 മുതൽ 100% വരെയാണ്. ഇത് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികളുടെയോ കണക്കല്ല, വ്യാപാരികൾ തന്നെ പറയുന്ന കണക്കാണ്.
അവർക്ക് അനുഭവപ്പെട്ട ഡിമാൻഡ് വർധനയെന്ന് പറയുന്നത് 25 മുതൽ 100% വരെ ആയിരുന്നു എന്ന് അവർ പറയുന്നു. ഈ നവരാത്രി കാലത്തെ ഈ ഡിമാൻഡ് വർധന സ്വാഭാവികമായും ദീപാവലി ആഘോഷവേളയിലേക്ക് കൂടി സംക്രമിക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. പോരാത്തതിന് ഇത് ഒക്ടോബർ മാസമാണ്. ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ താളുകൾ പരിശോധിച്ചാൽ മിക്കവാറും ഒക്ടോബറുകളൊക്കെ തന്നെ വിപണിക്ക് നേട്ടം സമ്മാനിച്ചവയാണെന്ന് കാണാം. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രമെടുത്ത് നോക്കിയാൽ 7 വർഷങ്ങളിലും ഒക്ടോബർ മാസങ്ങളിൽ ഓഹരി വിപണിക്കുണ്ടായത് വലിയ നേട്ടമായിരുന്നു. ഈ ഒക്ടോബറിലും അതായത് ഈ മാസത്തിലും വിപണിക്ക് പ്രതീക്ഷ പുലർത്താൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രചോദനമേകുന്ന ഒന്നാണ് ഈ ഒക്ടോബറിൻ്റെ നേട്ടമെന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നിക്ഷേപകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിപണിയെ സംബന്ധിച്ച് ചില ഭയാശങ്കകളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് താരിഫ് സംബന്ധിച്ചതാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള 25% തീരുവയും അതിനു പുറമെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള 25% പിഴത്തീരുവയും അങ്ങനെ ആകെ 50% തീരുവ. ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ഈ തീരുവ കുറയ്ക്കുന്നത് സംബന്ധിച്ച കാര്യത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ പല തലങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. ഈ അനിശ്ചിതത്വം വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയാശങ്ക ജനിപ്പിക്കുന്നതാണ്. മറ്റൊന്ന്, ഭയാശങ്കയ്ക്ക് മറ്റൊരു കാരണം എന്ന് പറയുന്നത് വിദേശ ധനസ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന തുടരുന്നതാണ്. ഓഹരി വിൽപ്പനയിൽ ചെറിയ തോതിലുള്ള ഇടിവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ വിദേശ ധനസ്ഥാപനങ്ങളൊക്കെ തന്നെ ഇപ്പോഴും വിൽപ്പനക്കാരുടെ റോളിലാണ് വിപണിയിലുള്ളത്. അത് ശമിക്കേണ്ടതും വിപണിക്ക് ആവശ്യമാണ്. തൽക്കാലം അത് തുടരുന്നത് വിപണിക്ക് ഭയാശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് മൂന്നാമതൊരു കാരണമായി പറയാവുന്നത് വലിയ സൈസിലുള്ള, അതായത് വലിയ തുക സമാഹരിക്കുന്നതിനുള്ള ലക്ഷ്യവുമായി ചില IPOകൾ വിപണിയിലെത്തുന്നു എന്നതാണ്. ചില വൻകിട കമ്പനികളുടെ ഓഹരി വിൽപ്പനയാണ് വരും ദിവസങ്ങളിൽ നടക്കുന്നത്. സ്വാഭാവികമായും വലിയ തോതിൽ നിക്ഷേപകരുടെ പക്കൽ നിന്ന് പണം IPOകളിലേക്ക് പ്രവഹിക്കും. അങ്ങനെ നിക്ഷേപകരുടെ പക്കൽ നിന്ന് IPO വിപണികളിലേക്ക് വലിയ തോതിൽ പണം പ്രവഹിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനം അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം സ്വാഭാവികമായും ദ്വിതീയ വിപണിയിൽ, അത് സെക്കൻഡറി മാർക്കറ്റിൽ, ഓഹരി വിപണിയിൽ അനുഭവപ്പെടുക തന്നെ ചെയ്യും. ഇതാണ് ഭയാശങ്കയ്ക്ക് മറ്റൊരു കാരണം. ഇതൊക്കെയാണെങ്കിലും കഴിഞ്ഞ ആഴ്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പലിശ നിർണയ സമിതി യോഗം ചേർന്നപ്പോൾ കൈക്കൊണ്ട ചില തീരുമാനങ്ങൾ വിപണിക്ക് ആശ്വാസം പകരുന്നതാണ്. വലിയൊരു വിഭാഗം ഏജൻസികൾ റിസർവ് ബാങ്ക് പലിശയിൽ 0.25% ഇളവ് വരുത്തിയേക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം പലിശ നിരക്കിൽ തൽസ്ഥിതി തുടരാൻ അല്ലെങ്കിൽ നിലവിലെ സ്ഥിതി തുടരാനായിരിക്കും റിസർവ് ബാങ്ക് തീരുമാനിക്കുക എന്നും അഭിപ്രായപ്പെട്ടിരുന്നു. എന്തായാലും റിസർവ് ബാങ്ക് പലിശയുടെ കാര്യത്തിൽ ഒരു മാറ്റവും പ്രഖ്യാപിച്ചില്ല. ഇത് പക്ഷേ വിപണിയെ ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല. കാരണം ഇപ്പോഴും പലിശ നിരക്കുകൾ സാമാന്യം കുറഞ്ഞ നിലവാരത്തിൽ ആണെന്നത് തന്നെ. പക്ഷേ റിസർവ് ബാങ്കിൻ്റെ ചില സാമ്പത്തിക പരിഷ്കാരങ്ങൾ സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ വിപണിക്ക് വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട്. അതിലൊന്ന്, കോർപ്പറേറ്റ് മേഖലയിൽ നിന്നുള്ള ഡിമാൻഡ് വർധനയ്ക്ക്, ലോണിൻ്റെ ഡിമാൻഡ് വർധനയ്ക്ക് സഹായകമായ ചില നടപടികൾ റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ്. അങ്ങനെ കോർപ്പറേറ്റ് മേഖലയിൽ നിന്നുള്ള ലോൺ ഡിമാൻഡ് വർദ്ധിക്കുകയാണെങ്കിൽ അത് ബാങ്കിങ് മേഖലയ്ക്ക് വലിയ നേട്ടമുണ്ടാക്കുന്നതായിരിക്കും. എന്ന് മാത്രമല്ല, ഈ ലോൺ എടുക്കുന്ന കൂടുതൽ തുകയ്ക്ക് ലോൺ എടുക്കുന്നത് മൂലം അല്ലെങ്കിൽ കൂടുതൽ ലോൺ കോർപ്പറേറ്റ് മേഖല സ്വീകരിക്കുന്നത് മൂലം അവയുടെ പ്രവർത്തനത്തിലും വലിയ തോതിലുള്ള വികാസം അനുഭവപ്പെടാം. ഇതിനു പുറമെ ഓഹരികളുടെ ഈടിന്മേൽ നിക്ഷേപകർക്ക് നിലവിലുള്ളതിനേക്കാൾ കൂടിയ തോതിൽ വായ്പ നൽകാൻ ബാങ്കുകൾക്കും മറ്റ് ധനസ്ഥാപനങ്ങൾക്കുമൊക്കെ അനുമതി നൽകുന്നതാണ് റിസർവ് ബാങ്കിൻ്റെ മറ്റൊരു പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം തീർച്ചയായും നിക്ഷേപകരിൽ നിന്ന് കൂടുതൽ പണം ഓഹരി വിപണിയിലേക്ക് എത്താൻ സഹായകമാകും. ചെറിയ ചില ഭയാശങ്കകൾ നിലനിൽക്കുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രതീക്ഷകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചില ഏജൻസികൾ
നിക്ഷേപത്തിന് ഏറ്റവും യോജിച്ച ചില ഓഹരികൾ ശുപാർശ ചെയ്യുന്നുണ്ട്. ഇനി അത്തരം ഓഹരികൾ ഏതൊക്കെയാണ് എന്ന് പറയാം. അതിനുശേഷം കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഡിവിഡൻഡ് തീയതികൾ, അതുപോലെ തന്നെ IPO തീയതികൾ എന്നിവയെപ്പറ്റിയും പ്രതിപാദിക്കാം. നിക്ഷേപത്തിന് തിരഞ്ഞെടുക്കാവുന്ന ചില ഓഹരികൾ സംബന്ധിച്ച് ശുപാർശ നൽകിയിരിക്കുന്ന ഒരു പ്രധാന സ്ഥാപനം ധനസേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഗോൾഡ്മാൻ സാക്സ് ആണ്. രാജ്യാന്തര തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഗോൾഡ്മാൻ സാക്സ്. ഗോൾഡ്മാൻ സാക്സിൻ്റെ അഭിപ്രായത്തിൽ ഡിഫൻസ് മേഖലയിൽ നിന്നുള്ള, അതായത് പ്രതിരോധ മേഖലയിൽ നിന്നുള്ള ഏതാനും ഓഹരികൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നിക്ഷേപത്തിന് മികച്ചതാണ് എന്നത്രേ. ഗോൾഡ്മാൻ സാക്സ് ശുപാർശ ചെയ്യുന്ന ഓഹരികൾ ഇവയാണ്: ഡാറ്റ പാറ്റേൺസ്, ആസ്ട്ര മൈക്രോവേവ്, PTC ഇൻഡസ്ട്രീസ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവ. ഇതിനു പുറമെ ഇതെല്ലാം ഡിഫൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന 100% ഡിഫൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. ഇവയ്ക്ക് പുറമെ ഡിഫൻസ് രംഗത്ത് കൂടി പ്രവർത്തനമുള്ള ആസാദ് എഞ്ചിനീയറിങ്ങിൻ്റെ ഓഹരികളും നിക്ഷേപത്തിന് യോജിച്ചതാണെന്ന് ഗോൾഡ്മാൻ സാക്സ് അനുമാനിക്കുന്നു. ഈ ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്ന ഓഹരികളിൽ പലതിൻ്റെയും നേട്ടം 58% വരെ ആകാമെന്നാണ് ഗോൾഡ്മാൻ സാക്സിൻ്റെ അഭിപ്രായം. അതുപോലെ ജെഫറീസ് എന്ന സ്ഥാപനം ബാങ്കിംഗ് മേഖലയിൽ നിന്നുള്ള ചില ഓഹരികൾ നിക്ഷേപത്തിന് ശുപാർശ ചെയ്യുന്നുണ്ട്. സ്വകാര്യ മേഖലയിലെ HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നിവയുടെ ഓഹരികളാണ് ജെഫറീസ് നിക്ഷേപത്തിന് ശുപാർശ ചെയ്യുന്ന സ്വകാര്യ മേഖല ബാങ്കുകൾ. അതുപോലെ പൊതുമേഖലയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരികളും നിക്ഷേപത്തിന് തിരഞ്ഞെടുക്കാമെന്ന് ജെഫറീസ് അനുമാനിക്കുന്നു. ജെഫറീസിൻ്റെയും ഗോൾഡ്മാൻ സാക്സിൻ്റെയും നിർദ്ദേശങ്ങൾ നിക്ഷേപകർക്ക് പരിഗണിക്കാമെങ്കിലും കൂടുതൽ ഉറപ്പിന് വേണ്ടി നിക്ഷേപകർ വിദഗ്ധരായ അനലിസ്റ്റുകളെ സമീപിക്കുകയും അവരുടെ അഭിപ്രായം ആരായേണ്ടതുമാണ്. ഇനി IPO വിപണിയിലേക്ക് കടന്നു വരുന്ന ചില കമ്പനികൾ ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ആഴ്ച IPO വിപണിയിലെത്തുന്ന കമ്പനികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടാറ്റ ക്യാപിറ്റലാണ്. 15,512 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് ടാറ്റ ക്യാപിറ്റൽ IPO വിപണിയിൽ എത്തുന്നത്. ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള ഏറ്റവും വലിയ IPO ആണിത്. മറ്റൊരു കമ്പനി ദക്ഷിണ കൊറിയ ആസ്ഥാനമായുള്ള LG ഇലക്ട്രോണിക്സ് ലിമിറ്റഡാണ്. LG ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് 11,500 കോടി രൂപയുടെ സമാഹരണ ലക്ഷ്യവുമായാണ് IPO വിപണിയിൽ എത്തുന്നത്. LG ഇലക്ട്രോണിക്സിൻ്റെ ഓഹരി വിൽപ്പനയും ഈ ആഴ്ച ആരംഭിക്കും. അതുപോലെ 3,000 കോടി രൂപ നിക്ഷേപ സമാഹരണ ലക്ഷ്യവുമായി എത്തുന്ന കമ്പനിയാണ് WeWork ഇന്ത്യ ലിമിറ്റഡ്. WeWork ഇന്ത്യ ലിമിറ്റഡിൻ്റെ IPOയും ഈ ആഴ്ച തന്നെയാണ് ആരംഭിക്കുന്നത്. ഈ 3 കമ്പനികളുടെ IPO അല്ലാതെ മറ്റ് ചില കമ്പനികളും IPO വിപണിയിൽ സമീപ ദിവസങ്ങളിൽ എത്തുന്നുണ്ട്. എങ്കിലും ഇവ 3മാണ് ഏറ്റവും പ്രസക്തം എന്ന് പറയാവുന്നവ. ഇനി ചില കമ്പനികൾ ലാഭവീതം നൽകുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള തീയതികൾ നോക്കാം. ടാറ്റ എൽക്സി, TCS എന്നിവ ഒക്ടോബർ 9 ഫലം പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയ കെമിക്കൽസ്, ഹെക്സാവെയർ ടെക്നോളജീസ് എന്നിവ ഒക്ടോബർ 10 ഡിവിഡൻഡ് നൽകുന്നു. രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് അന്തിമ ലാഭവിഹിതവും ഹെക്സാവെയർ ടെക്നോളജീസ് ഇടക്കാല ലാഭവിഹിതവുമാണ് നൽകുന്നത്. ഇതിന് രണ്ടിനുമുള്ള റെക്കോർഡ് തീയതിയാണ് ഒക്ടോബർ 10. ഒക്ടോബർ 9 ടാറ്റ എൽക്സിയും TCSും റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിനാൽ അവയുടെ ഓഹരികളും വരും ദിവസങ്ങളിൽ വിപണിയിൽ ശ്രദ്ധേയമായിരിക്കും. ഇനി ഓഹരി വിപണിയിൽ സമീപ ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും നിഫ്റ്റിയുടെയും മറ്റും പ്രകടനമെന്ന് പരിശോധിക്കാം. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച അവസാനിച്ചത് 1% നേട്ടത്തോടെയാണ്. ബാങ്ക് നിഫ്റ്റി ആകട്ടെ 2.2% നേട്ടം കൈവരിച്ചു. രണ്ട് സൂചികകളും, അതായത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും 100 ദിവസത്തെ ചലന ശരാശരിക്ക് മുകളിലാണ്. അതായത് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന് പറയും. അതിന് മുകളിലാണ് ക്ലോസ് ചെയ്തത്. ഇത് നൽകുന്ന സൂചന ഈ സൂചികകൾ കൃത്യമായൊരു സപ്പോർട്ടിൽ നിലനിൽക്കുന്നു എന്നതാണ്. എന്ന് മാത്രമല്ല, ഒരു ലോങ് ടൈം ട്രെൻഡ് സൂചിപ്പിക്കുന്നതുമാണ് ഈ നിലവാരം.
ഈ സാഹചര്യത്തിൽ നിഫ്റ്റിക്ക് നേരിട്ടേക്കാവുന്ന പ്രതിരോധം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സമീപ ദിവസങ്ങളിൽ 25,000 പോയിൻ്റ് ആയിരിക്കും. 25,000 പോയിൻ്റ് നിർണായകമാണ്, മനഃശാസ്ത്രപരമായി പ്രധാനപ്പെട്ടതാണ്. അത് പിന്നിടാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിഫ്റ്റിക്ക് 25,200 പോയിൻറ്റിലേക്കോ അതുമല്ലെങ്കിൽ 25,250 പോയിൻറ്റിലേക്കോ ഉയരാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. ഇനി അപ്രതീക്ഷിതമായ എന്തെങ്കിലും കാരണത്താൽ, ഉദാഹരണത്തിന് ഗാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില ഭീഷണികൾ മുഴക്കിയിട്ടുണ്ട്, അന്ത്യശാസനവും മറ്റും നൽകിയിട്ടുണ്ട്. അവയുടെയൊക്കെ പശ്ചാത്തലത്തിൽ വിപണി പിന്നോക്കം പോവുകയാണെങ്കിൽ നിഫ്റ്റിക്ക് ലഭിച്ചേക്കാവുന്ന പിന്തുണ എന്ന് പറയുന്നത് 24,500 പോയിൻറ്റിലാണ്. 24,500 പോയിൻറ്റിലെ പിന്തുണയും നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ നിഫ്റ്റിക്ക് 24,400 പോയിൻറ്റിലേക്ക് പോലും പടിയിറങ്ങേണ്ടി വന്നേക്കാം.